ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 5 പേരുടേതാണ്. 5-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനും 2 പേർക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനും ഒരാൾക്ക് റൂട്ട് ടച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അതുപോലെ തന്നെ തീരെ തിന്നായിട്ടുള്ള ഹെയറും അഴിച്ചിട്ടാലും കെട്ടിവെച്ചാലും ഒരു ഭംഗിയില്ല ഒരു ടൈപ്പ് ഹെയർ. അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഹെയർ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ഹെയർ നല്ല ഭംഗിക്ക് കിട്ടി. അതുപോലെ ഫീസിനൊക്കെ നല്ല ചേഞ്ച് ആയിരുന്നു. ഇനി അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ കെട്ടിയും വെക്കാം, ആ രീതിയിലേക്ക് കിട്ടി. രണ്ടാമത്തെ ഹെയർ ആ കുട്ടി എൻ്റെ അടുത്ത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ആദ്യം 2 പ്രാവശ്യം റൂട്ട് ടച്ച് ചെയ്ത് ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം വന്ന് ഹെയർ നന്നായിട്ട് ഷോർട്ടാക്കിയിട്ട് അത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ, അതേപോലെ തന്നെ എൻ്റെ ഭാഗം ചെറിയ വേവിയായിട്ട് അങ്ങനെ ചെയ്ത് നന്നായിട്ട് ഷോർട്ടാക്കണമെന്ന് പറഞ്ഞ്. നേരത്തെ നന്നായിട്ട് ലെങ്ത് വെച്ചിരുന്ന്, അതുപോലെ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പൊന്ന് ഹെയർ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഹെയർ ആ കട്ട് ചെയ്തത് നേരെയായിപ്പോയി, സ്ട്രെയിറ്റാണ് കട്ട് ചെയ്തത്. ഇപ്പം ഞാനിവിടെ വന്ന് നന്നായിട്ട് ഷോർട്ടാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. മൂന്നാമത്തെ ഹെയർ എൻ്റെ അടുത്ത് ഇപ്പം ചെയ്തിട്ട് ഒരു 3.5-4 മാസമേ ഉള്ളൂ. അപ്പോൾ അത് തീരെ മോശമായിട്ടുള്ള ഹെയർ ആയിരുന്നു. കാരണം അഴിച്ചിടാനും പറ്റത്തില്ല, കെട്ടിവെക്കാനും പറ്റത്തില്ല, ആ ഒരു ടൈപ്പ്. സ്കാൽപ്പും അത് തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഹെയർ ആയിരുന്നു. അപ്പം 4 മാസമായപ്പോഴത്തേക്ക് കുട്ടിയുടെ ഹെയറൊക്കെ നന്നായിട്ട്, സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഹെയർ കിളിർത്ത് ഇപ്പോൾ അത് ഫ്രണ്ടിലെ ഈ ഒരു ഏരിയ മാത്രം ചെറിയ വളവ് വന്നു. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി അഴിച്ചിട്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഇച്ചിരി കാണുമ്പോൾ ഒരു ഭംഗിക്കുറവ് പോലെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നത് റൂട്ട് ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് 3.5-4 മാസമൊക്കെ ആയിട്ടുള്ള റൂട്ട് ടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി കെരാറ്റിനും കൂടെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കുട്ടി, ആ കുട്ടി ഒരു 6 മാസമല്ല 1 വർഷത്തോളമായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തത്. അപ്പോൾ ചെയ്ത ഹെയറിന് ഒരു കുഴപ്പവുമില്ല. അതുപോലെ കിളിർത്ത് വരുന്നത് ഒരുപാട് കേൾസും ഇല്ല, നല്ല തിക്കായിട്ടുള്ള ഹെയറാണ് ഇപ്പം സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ ഹെയർ നമ്മൾ ഇപ്പം ഒരുപാട് ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞ് ലെങ്ത് കുറയ്ക്കാതെ റൂട്ട് ടച്ചും കെരാറ്റിനും കൂടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ റൂട്ട് ടച്ച് ചെയ്യുന്നത് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പിന്നുള്ള ഹെയറൊന്നും ഞങ്ങളെ കാണിക്കുന്നില്ലല്ലോ എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ റൂട്ട് ടച്ച് ചെയ്യുന്ന ഹെയറും കൂടെ ഇപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അഞ്ചാമത്തെ ഹെയർ തിന്നായിട്ടുള്ള ഹെയർ. തിന്നെന്ന് പറയാൻ തീരെ തിക്നെസ് കുറഞ്ഞതൊന്നല്ല, അതിൻ്റെ എൻഡ് ഭാഗമൊക്കെ തീരെ തിന്നായിട്ടിരിക്കുന്നതാണ്. അതൊന്ന് സ്കാൽപ്പി ഹെയറുണ്ട്. താഴോട്ടുള്ള ഹെയർ, ഇപ്പോൾ ഇതിന് താഴോട്ട് ഹെയർ കുറവാണ്, തിന്ന. സ്കാൽപ്പിൽ നല്ല വോളിയം കൂടുതലാണ്, നിറച്ച് ഹെയറാണ് സ്കാൽപ്പിൽ. അപ്പോൾ അത് ഫേസിന് ചേരുന്ന രീതി നമ്മൾ കട്ട് ചെയ്ത് ഇനി അത് കിളിർത്ത് വരുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിളിർത്ത് കിട്ടണം. ആ രീതിയിലാണ് ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിരിക്കുന്നത്. ഫേസിന് ചേരുന്ന രീതി അഴിച്ചിടുകയും ചെയ്യാൻ, കെട്ടിയും വെക്കുക. അതുപോലെ നല്ല ഡ്രൈനെസ് ഉള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഹെയർ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം ഇപ്പം നല്ല ചൂടുള്ള സമയം, എല്ലാവർക്കും ഹെയർ പൊഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം എങ്ങനെയാണെങ്കിലും ഒരു 8 ഗ്ലാസ് വെള്ളം എങ്കിലും കുടിക്കണം. 8 ഗ്ലാസ് വെള്ളം എന്തായാലും നിർബന്ധമാണ് നമ്മൾ കുടിച്ചിരിക്കണം. അതുപോലെ നമ്മുടെ ഫുഡിൻ്റെ കൂടെ 3 നേരവും സലാഡ് ഉൾപ്പെടുത്താക്കി ഏറ്റവും നല്ലത്. അതിനകത്ത് ഈ കുക്കുംബറും ക്യാരറ്റും ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തണം. അത് ചോറ് കുറച്ചുകൊണ്ട് നമ്മൾ കുക്കുംബർ, ക്യാരറ്റ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ 8 ഗ്ലാസ് വെള്ളത്തിൻ്റെ കാര്യം ആരും മറക്കണ്ട. എല്ലാവരും അളന്ന് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. കാരണം ഈ ചൂടത്ത് നമ്മുടെ ഹെയർ പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ ഫേസിന് ഇപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് സൺ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കണം. കാരണം നല്ല ചൂടാണ്. ഇപ്പോഴത്തെ വെയിലങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗവും നെറ്റി ഇവിടെ ഈ 2 ഭാഗമാണ് കൂടുതലും കറുത്ത് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൺ പ്രൊട്ടക്ഷൻ ഇടാതെ നമ്മൾ പുറത്തിറങ്ങുകയും ചെയ്യരുത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യുക. രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കുക. അതെല്ലാം രാവിലെ കുളിക്കുന്നില്ല, വൈകിട്ടോ അത് കഴിഞ്ഞിട്ടൊക്കെ കുളിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് സൺ പ്രൊട്ടക്ഷൻ ഇടുക. സൺ പ്രൊട്ടക്ഷൻ ഇട്ടതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് പോലും ജോലിക്ക് കയറാവും. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് 5 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. സ്കാൽപ്പൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം. അതുപോലെ തന്നെ ഇത് കെട്ടി വെച്ചാലും അഴിച്ചിട്ടാലും ഭംഗിയില്ല. അത് ഹെയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇത് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. അപ്പം
ലെങ്തും തോന്നിക്കുന്നുണ്ട്, അതുപോലെ നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. അഴിച്ചിടുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം ആ രീതിയിലേക്ക്. അതുപോലെ തന്നെ എൻ്റെ ക്രൗൺ ഏരിയയിലുള്ള ഹെയറും തീരെ ഷോർട്ടായിട്ടുള്ള ഹെയറാണ്. അതുപോലെ സ്കാൽപ്പൊന്നും ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണുന്നതൊക്കെ മാറി. ആ ഉച്ചിയുടെ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, എൻ്റെ സ്കാൽപ്പൊന്നും തെളിഞ്ഞ് കാണത്തില്ല. അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഹെയർ. ഇനി ഇത് 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിൻ ചെയ്താൽ ഏറ്റവും നല്ലത്. അതുപോലെ മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെയറിന് ലെങ്ത് വെക്കുകയും ചെയ്യും, തീരെ കുഞ്ഞ് ഹെയർ എല്ലാം പെട്ടെന്ന് കിളിർത്ത് വരികയും ചെയ്യും. കൊഴിഞ്ഞു പോയിട്ടുള്ളതെല്ലാം പെട്ടെന്ന് കിളിർത്ത് വരും നമ്മൾ പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് രണ്ടാമത്തെ ഹെയർ നമ്മുടെ അടുത്ത് ഒരു 3-ാമത്തെ പ്രാവശ്യമായി ഹെയർ നമ്മുടെ അടുത്ത് ചെയ്യാനായിട്ട് വരുന്നത്. 2 പ്രാവശ്യവും റൂട്ട് ടച്ച് മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇത് ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ആ കേൾസ് പോയിട്ടുണ്ട്. എന്നാലും ആ ഒരു ചെറിയ വൈവിയുണ്ട് ഹെയറിന്. അപ്പോൾ അത് നന്നായിട്ട് ഷോർട്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഷോർട്ടാക്കിയിട്ട് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഭാഗത്ത് നന്നായിട്ട് കേൾസൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഫേസിന് ചേരുന്നതും ഷോർട്ടായിട്ടുള്ള ഹെയറാണ്. ലോങ് ഹെയറിനെക്കാട്ടിലും ഷോർട്ട് ഹെയറാണ് ചേരുന്നത്. നേരത്തെ നല്ല കേൾസായിരുന്നു ഹെയറിന്. ഇപ്പം കിളിർത്ത് വരുന്ന ഹെയറിന് അത്രയും കേൾസില്ല. ഇപ്പോൾ ഒരു ചെറിയ വേവിയായിട്ടാണ് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് പോലും ഹെയർ. ഇത് 3-ാമത്തെ ഹെയർ. ഇപ്പോൾ ഒരു 3.5 മാസം ഒക്കെ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത് ചെയ്തിട്ട് പോയ. ഇതും നല്ല ഷോർട്ടായിട്ടുള്ള ഹെയർ ആയിരുന്നു, സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റുന്ന. അപ്പോൾ ഇതും നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ നല്ല കേൾസ് ഒരു കുറച്ച് 50% താഴെ ഉള്ളൂ ഇപ്പം കേൾസ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ റൂട്ട് ടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു ചെറിയ വളവ് ക്രൗൺ ഏരിയ വന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് പെട്ടെന്ന് തന്നെ റൂട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ആ കൊഴിഞ്ഞ് പോയിരുന്ന ഹെയർ ഉണ്ടല്ലോ, ചെയ്യാൻ വരുമ്പോൾ സ്കാൽപ്പ് തെളിഞ്ഞ് കണ്ട് അവിടെ എല്ലാം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് 4-ാമത്തെ ഹെയർ. 4-ാമത്തേത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ചെയ്തിട്ട് 1 വർഷമായതാണ്. 1 വർഷം ആയപ്പോഴത്തേക്ക് ഇപ്പം റൂട്ട് ടച്ച് ചെയ്യാൻ വന്നത്. അന്ന് തീരെ ഷോർട്ടായിരുന്നു, തിന്നായിട്ടുള്ള ഹെയർ ആയിരുന്നു. ഇപ്പം നന്നായിട്ട് ഹെയറിന് നല്ല തിക്നെസ് ഉണ്ട്, സ്കാൽപ്പിൽ നിന്നൊക്കെ നന്നായിട്ട് കിളിർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റൂട്ട് ടച്ചും കെരാറ്റിനും കൂടെ ചെയ്യുന്നത്. ലെങ്ത് ഒരുപാട് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് എന്തായാലും നമ്മൾ അന്ന് കട്ട് ചെയ്തതുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഒരു കട്ടിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഒരു ലെയർ ഫെതറും പോലെ തന്നെ കട്ട് ചെയ്ത്. ഇനി ഇത് അടുത്ത വർഷമേ വരത്തുള്ളൂ റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല വോളിയം തോന്നി. അതുപോലെ നമ്മൾ ഷോർട്ടാക്കുന്നതനുസരിച്ച് നമ്മുടെ ഹെയറിന് തിക്നെസ് കൂടുതൽ തോന്നും. ഹെയർ വളർന്നു കഴിയുമ്പം ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹെയർ തിന്നായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഷോർട്ടായിട്ടുള്ള ഹെയർ നമുക്ക് ഫേസിന് ചേരുന്നത് ഷോർട്ടാണെങ്കിൽ നമ്മൾ ഷോർട്ടാക്കി ഇടുന്നതായിരിക്കും നല്ലത്. കുറച്ച് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ ബാക്കിൽ കുറച്ച് ലെങ്ത് കിടക്കുന്നത് ഭംഗി. ഇത് 5-ാമത്തെ ഹെയർ കണ്ടില്ലേ, കുറച്ച് സ്കാൽപ്പിൽ നന്നായിട്ട് ഹെയർ ഉണ്ട്, പക്ഷേ താഴോട്ടുള്ളത് തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പം ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കണം, അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഉള്ള ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ട് ക്രൗൺ ഏരിയയിൽ ഷോർട്ടായിട്ടുള്ള ഹെയർ ഉണ്ട്, ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുക. അപ്പോൾ ഇനി ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. അതുപോലെ തന്നെ 6 മാസമൊക്കെ ആകുമ്പം റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്തൊന്ന് കെരാറ്റിനും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ ഹെയർ പാക്കും ഉപയോഗിക്കണം ആഴ്ച 1 ദിവസം.
എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. ഞാൻ എപ്പോഴും ഈ കായംകുളത്തിനും അടൂരിനും എന്ന് ചാരുമൂടെന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊരു ചാരുമൂടുണ്ട്, കോഴിക്കോട്ടൊരു ചാരുമൂടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആൾക്കാർ ഏത് ചാരുമൂടാണെന്ന് അറിയാതെ പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കുള്ള ചാരുമൂട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്ക് ഞായറും തിങ്കളും. പിന്നെ ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്ടിലേക്ക് ചൊവ്വ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ. അതുപോലെ തന്നെ നമ്മൾ ഫേഷ്യലിനാണെങ്കിൽ ഹെയറിനൊക്കെ ആണെങ്കിലും ഒന്ന് ബുക്ക് ചെയ്ത് വരുന്നത് ഏറ്റവും നല്ലതാണ്. നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.